ബിഗ് ബോസ് മലയാളം സീസൺ 7 സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞു. ജിസൈലിനെ പറ്റിയും അനുമോളിലെ ഒരു വിഷയമുണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിച്ചു. ടാസ്ക് ഉണ്ടല്ലോ, റാങ്ക് ടാസ്ക്, അതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ അതിന് ഒന്ന് ബിഗ് ബോസ് ഒരു വലിയ ബോർഡൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഈ ആഴ്ച പെർഫോം ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ബോർഡൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ സ്റ്റാറൊക്കെ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഹനുമോളുടെ മറ്റേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, മൊണ്ണകളെന്ന്, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഇന്ന് സമാധാനപരമായിട്ട് ഡീൽ ചെയ്തു കേട്ടോ ഇന്ന് എല്ലാ കാര്യങ്ങളും. ഒനിയൻ സാബുവും ശാരികയും തിരിച്ചു വന്നു. പിന്നെ നടന്നത് എവിക്ഷനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ സീസണുകളിലും ഒരു അൺഫെയർ നടക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ സീസണിൽ നടന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും നടക്കും, അടുത്ത സീസണുകളിലും നടക്കും. പോയത് RJ ബിൻസി, റിയലി അൺഫെയർ. ഹി ഡിസേർവ് ദാറ്റ് ഹൗസ്. കാരണം പുള്ളിക്കാരി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി നല്ല രീതിയിൽ ആക്റ്റീവാണ്. ആക്റ്റീവ് അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. ഓഹ്, എന്ത് ചെയ്യാനാ, ബിഗ് ബോസ് അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. പക്ഷേ പുള്ളിക്കാരി ഡിസേർവിങ് ആയിരുന്നു. അൺഫെയർ, ഞാൻ ഷോക്കായിപ്പോയി. പുള്ളിക്കാരി പോകേണ്ട ഒരാളല്ല, ഇപ്പോൾ പോകേണ്ട ഒരാളല്ല. നാളെ ഒരു എവിക്ഷൻ ഉണ്ട് പ്രൊമോയിൽ. എല്ലാ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നാളെ ഒരു എവിക്ഷൻ പോലത്തെ ഒരു പ്രൊമോയാണ് നാളെ കാണിച്ചിരിക്കുന്നത്. നോക്കാം ആര് പോകും. അനീഷിൻ്റെ കാര്യമൊക്കെ, അനീഷിൻ്റെ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടു. അനീഷിൻ്റെ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് സമാധാനമായിട്ട് എല്ലാ ലാലേട്ടൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ്. പട്ടിത്തറികളൊന്നും ഉണ്ടായില്ല. പിന്നെ ജിസൈലിനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, മറ്റേ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെയുള്ള റൂളൊക്കെ തെറ്റിച്ച് പുള്ളിക്കാരി ഓരോ ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിനൊക്കെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു AI പണി കിട്ടുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്.